സുഖല്ലേ? സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശം വെക്കുന്നുണ്ട്. അതുപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കും. അത് വലിയ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ US-ഉം ഇസ്രായേലും ഒക്കെ ഇപ്പോ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണമാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. യുദ്ധം നമ്മളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മളുടെ ഡെയിലി യൂസിന് ഉള്ള സാധനങ്ങളായിട്ടുള്ള പെട്രോൾ, ക്രൂഡ് ഓയിൽ, ഗ്യാസ്, ഇതിനൊക്കെ നല്ല വിലക്കായിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് യുദ്ധം വേണ്ട. യുദ്ധം നാശം മാത്രമേ നമുക്ക് തരുള്ളൂ. അത് യാതൊരുവിധ നേട്ടങ്ങളും നമുക്ക് തരുന്നില്ല. അല്ല, ആരാണ് ഈ പറയണത് ആറ്റം ബോംബ് ഉണ്ടാക്കരുത്, ആറ്റം ബോംബ് വലിയ ഭീഷണിയാണ് എന്നൊക്കെ? ആരാ ഈ പറയണത്? അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, അതായത് 1945 ഇന്നത്തെ ദിവസം എന്താ അറിയോ നിങ്ങൾക്ക്? അറ്റ്ലീസ്റ്റ് ഹിരോഷിമ ഡേ. അതായത് ആ കാലത്ത് 1945 ഓഗസ്റ്റ് 6 ലോകത്തിന് മുന്നിൽ ആദ്യമായിട്ട് അമേരിക്ക ആറ്റം ബോംബ് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതിന്റെ എഫക്റ്റ് മൂലം ഇപ്പോഴും റേഡിയേഷൻ മൂലമൊക്കെ ഇപ്പോഴും ജപ്പാനിലുള്ള കുട്ടികൾ ജനിക്കുന്നത് തന്നെ വൈകല്യമായിട്ടും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അവർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. B-29 ബോംബർ വിമാനം 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു. അതിന്റെ പൈലറ്റ് ആയിട്ടിരുന്നത് പോൾ ടിബറ്റ് എന്ന ആളായിരുന്നു. അതായത് നമ്മളുടെ ആറ്റം ബോംബ് വർഷിക്കുന്നത് ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഷൂട്ട് ഘടിപ്പിച്ച ശേഷം അതിനെ മെല്ലെ താഴേക്ക് ഇടുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇത് കേട്ടതിനകത്ത് തന്നെ മനസ്സിലാവും എത്രത്തോളം ശക്തമാണ് ഈ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആണവായുധം. ഇത് മെല്ലെ ഇവരിട്ട ശേഷം വളരെ വേഗത്തിൽ തന്നെ അവർ വേറൊരു സ്ഥലത്തോട്ട് പോയി. ഇല്ലെങ്കിൽ അത് അവരുടെ പ്ലെയിനിനെ കൂടി ക്രാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്രക്ക് ശക്തമായ ഒരു ആണവായുധമായിരുന്നു അതാണ് അവർ ഇട്ടത്. അവിടെ 8000% അവിടെ തന്നെ അവരെന്താന്ന് അറിയുന്നതിന് മുന്നേ തന്നെ സാരായിട്ട് അവർ മരിച്ചുപോയി. ആ സെക്കൻഡിൽ, അത് അവിടെ പൊട്ടിയ സെക്കൻഡിൽ തന്നെ 80,000 ആൾക്കാർ പടക്കേന്ന് പറഞ്ഞ് മരിച്ചുപോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് റേഡിയേഷൻ വഴിയും അതുവഴിയൊക്കെ 3.5 ലക്ഷം ആളുകളാണ് മരിച്ചു പോയത്. ജപ്പാന്റെ ജനസംഖ്യയുടെ 50%-ലധികമാണ് അമേരിക്ക അന്ന് കളഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പീസാണ് നമുക്ക് ആവശ്യം. ഈ യുദ്ധം ഒന്നും തരുന്നില്ല. യുദ്ധം സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണം തരുന്നുണ്ടോ? സാധാരണക്കാർക്ക് വൻ നഷ്ടവും, എന്നാൽ ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന വമ്പന്മാരായ രാജ്യങ്ങൾക്ക് ജനങ്ങളുടെ ചോര കുടിച്ചുള്ള വൻ ലാഭവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ആയുധങ്ങൾ ഇങ്ങനെ വിട്ടുപോവാം. സോ വി വാണ്ട് പീസ്. നമ്മളുടെ സഡോക്കോ സുസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേളിനെ നമ്മൾ ഇന്ന് റിമെമ്പർ ചെയ്യണം. കാരണം രോഗാവസ്ഥയിലായിരുന്നിട്ടും പീസ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് സമാധാനത്തിന്റെ പ്രതീകമായിട്ട് സുഡോക്കോ കൊക്കുകൾ ഉണ്ടാക്കിയിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യുദ്ധമല്ല സമാധാനമാണ് ആവശ്യമെന്ന്. ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ യുദ്ധങ്ങൾ ആവശ്യമില്ല. ഇനിയൊരു യുദ്ധം ജനിക്കാതിരിക്കട്ടെ. ആയുധങ്ങൾ ആർക്കും വേണ്ട. ആയുധങ്ങൾ നമ്മൾക്കൊന്നും തരുന്നില്ല. സോ വീണ്ടും ഒരു വീഡിയോ കാണാം. ഹലോ, സുഖല്ലേ?